ഇത് രതീഷ്. ലോറി ഡ്രൈവറായ രതീഷ് കഴിഞ്ഞ ഏതാനും ദിവസമായി ഈ ആശുപത്രിയിലെ മനോരോഗ വിഭാഗം ഐസിയുവിലാണ്. കഴിഞ്ഞ മാസം 4-ന് ഒരു പരാതിയുമായി പേരാമംഗലം പോലീസ് സ്റ്റേഷനിലെത്തിയ രതീഷിനെ പോലീസുകാർ മർദ്ദിച്ചുവെന്നാണ് ആക്ഷേപം. എതിർകക്ഷിയായ പണമിടപാട് സ്ഥാപനത്തിനു വേണ്ടിയാണ് പോലീസ് ഇത് ചെയ്തതെന്നും വീട്ടുകാർ ആരോപിക്കുന്നു. ആശുപത്രിയിൽ കിടക്കുന്ന രതീഷ് പറയുന്നത് കേൾക്കുക. നടന്ന സംഭവങ്ങൾ പൂർണ്ണമായും രതീഷിനിപ്പോൾ ഓർമ്മയില്ല. ഇടയ്ക്കിടെ മാനസിക വിഭ്രാന്തിയും പ്രകടിപ്പിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദനമേറ്റ വിവരം രതീഷ് വീട്ടിൽ പറഞ്ഞിരുന്നില്ല. പിന്നീട് മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ ആശുപത്രിയിലെത്തിയപ്പോഴാണ് വീട്ടുകാർ വിവരമറിയുന്നത്. പുത്തൂർ സ്വദേശിയും രതീഷിന്റെ സുഹൃത്തുമായ ശരത് ബാബുവിന്റെ ക്വാളിസ് കാർ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതിയുമായാണ് രതീഷ് പോലീസ് സ്റ്റേഷനിലെത്തിയത്. പേരാമംഗലം പോലീസ് സ്റ്റേഷനിലെ SI ശെൽവരാജനും CPO സുഗതനുമെതിരെ മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും രതീഷിന്റെ വീട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ രതീഷ് നേരത്തെ മാനസികാസ്വാസ്ഥ്യമുള്ളയാളാണെന്നും പോലീസ് ഇയാളെ മർദ്ദിച്ചിട്ടില്ലെന്നുമാണ് പേരാമംഗലം SIയുടെ വിശദീകരണം. മീഡിയ 1 തൃശൂർ.